ഇന്ന് ചെടിയിൽ നിന്ന് എങ്ങനെയാണ് തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. സാപ്പയിൽ പോയപ്പോഴാണ് ഇതിനെപ്പറ്റി മനസ്സിലായത്. അപ്പം ബാവു എൻ്റെയൊക്കെ പറഞ്ഞു, ബാവുവിൻ്റെ തുണിയൊക്കെ ബാവു തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ തുണി വാങ്ങിച്ചു വെട്ടി തയ്ക്കുന്നതാണെന്നാണ്. അപ്പം അത് കൂടുതൽ വിശദമായിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ബാവു പറഞ്ഞു, അല്ലല്ല, തുണിയും ഞാനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ ചെടിയിൽ നിന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ യാത്രയുടെ ഇടയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്നാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് കിട്ടിയത്. പക്ഷെ ആദ്യം ഒരു ടെൻഷനിൽ നിന്നാണ് തുടങ്ങിയത്. കാരണം ബാവുവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഉണ്ണാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു പറമ്പ് നിറയെ കഞ്ചാവ് ചെടി. അപ്പം ഞാൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ചെടികളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പം കണ്ടപ്പോൾ അത് കഞ്ചാവ് ചെടിയാണെന്നുള്ളത് മനസ്സിലായി. എനിക്ക് ഭയങ്കര ടെൻഷനായി. വേറൊന്നുമല്ല, ഈ വിയറ്റ്നാമിൽ ലഹരി ഉപയോഗം അത് ബാൻഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനധികൃതമായിട്ട് ഇവർ ഇതിനെ വളർത്തുന്നു എന്നൊക്കെ ഉള്ളത് ഒരു ടെൻഷനാക്കി. അപ്പം ബാബു പറഞ്ഞു, ഇതിൽ നിന്നാണ് ഞങ്ങൾ തുണി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു, ഈ ചെടിയിൽ നിന്ന്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, ഇതെന്താ കഞ്ചാവ് ചെടിയിൽ നിന്ന് ഇങ്ങനെ തുണി ഉണ്ടാക്കുന്നത്. എന്തായാലും ആ സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നെറ്റ് ഓൺ ആക്കിയിട്ട് അതിനെക്കുറിച്ച് വായിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും കഞ്ചാവ് ചെടിയല്ല, അത് ഹെമ്പ് എന്ന് പറഞ്ഞൊരു ചെടിയാണ്, ഈ വർഗ്ഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവ് ചെടിയുടെ അതുപോലെയൊക്കെ തോന്നും നമുക്ക്. പക്ഷെ ഹെമ്പ് എന്നുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുരുവിൽ ഈ കഞ്ചാവിനുണ്ടാക്കുന്ന ലഹരി പദാർത്ഥമുണ്ട്. അത് വളരെ ചെറിയൊരു അളവിലേ ഉള്ളൂ, 3% കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. ഈവൻ പ്ലാസ്റ്റിക് പേപ്പർ, തുണി, കാലിത്തീറ്റ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ആ വായനയിൽ നിന്നാണ് മനസ്സിലായത്. വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ടെറ്റ് ഫെസ്റ്റിവലാണ്. ജനുവരിയിൽ നടക്കുന്നതാണ്. നമ്മുടെ ന്യൂ ഇയർ പോലത്തെ ഒരു വലിയ ആഘോഷമാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്സവ സമയത്ത് എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കണം എന്നാണ്. അപ്പോൾ ബാവു പറയുമായിരുന്നു, അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കുള്ള വസ്ത്രം ബാവുവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാവുവിനും ഭർത്താവിനും മക്കൾക്കും. അപ്പം മോൻ കല്യാണം കഴിച്ചെങ്കിലും അവൻ്റെ ഭാര്യയ്ക്ക് കുട്ടികളാണ്, 2 കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അതിനെ വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്കുള്ള വസ്ത്രവും ബാവു തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ പോയിരുന്നു. അപ്പോൾ ആ ഗ്രാമത്തിൽ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ ചെടിയുടെ കമ്പ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിത്ത് അവർ പാകുന്നത് ഒരു മെയ് മാസത്തിലൊക്കെയാണ്. എന്നിട്ടൊരു 3 മാസം കഴിയുമ്പം ഒരാൾ പൊക്കത്തിൽ ഇതിൻ്റെ കമ്പ് വളരും. എന്നിട്ട് അത് വെട്ടിയെടുത്തിട്ട് ഉണക്കാൻ വെച്ച് അത് ചതച്ച് അതിൽ നിന്ന് നേരിയതായിട്ടുള്ള ഈ ത്രെഡ് പോലെ എടുക്കും. അത് കൂട്ടിക്കെട്ടി ആണ് അവർ ചെടി ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ പോകുമ്പോൾ അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് പിന്നെ ഇതിൻ്റെ ഈ ചെടി ബാവും അത് ആ ഒരു കമ്പിൽ നിന്ന് ഇത് വലിച്ചെടുക്കുന്ന കാണിച്ചു തന്നു. അതിനുശേഷം ഇവർ എല്ലാവരും, ഈ സ്ത്രീകളെല്ലാം, നമ്മൾ എവിടെ പോയാലും ഈ സ്ത്രീകളുടെ കയ്യിൽ ഈ ഒരു നൂലിൻ്റെ കെട്ടുണ്ടാവും. കാരണം അത് നൂല് തമ്മിൽ ചേർക്കുന്നതാണ്. അപ്പോൾ ചേർത്ത് വലിയൊരു ഉണ്ടയാക്കാൻ വേണ്ടിയിട്ട് അവർ പിരിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലായിടത്തും അത് ഞാൻ കണ്ടിരുന്നു. അതായത് ഗ്രാമത്തിൽ നടക്കാൻ പോയപ്പം, മാർക്കറ്റിൽ പോയപ്പം, ഈവൻ പിന്നെ നമ്മുടെ മോമോ ഷീഷയെ കാണാൻ പോയപ്പം എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് സെപ്റ്റംബർ മാസമാണ്. അപ്പോൾ അവർ നൂലുണ്ടാക്കി തുടങ്ങിയാലാണ് അവർക്ക് ഈ ജനുവരി ആകുമ്പോഴത്തേക്ക് ആ തുണി ഉണ്ടാക്കി തീർക്കാൻ പറ്റുള്ളൂ. പിന്നീട് ബാവു എന്നെ കാറ്റ്ബ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ നൂലുണ്ടാക്കിയതിന് ശേഷം ഈ കൈത്തറി യൂണിറ്റുകളുണ്ട്. അപ്പോൾ ആ യൂണിറ്റിൽ പോയിട്ട് ഇവർ തന്നെ തയ്ച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു യൂണിറ്റിൽ പിന്നെ ഈ അവരുടെ ആ മെഷീൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കാറ്റ്ബ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയത്. ഇവർ തന്നെ ഉണ്ടാക്കുന്ന നൂലിൻ്റെ ഒരു ഉണ്ട എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലോ. അപ്പോൾ തറിയിൽ ആ ചെറിയ ഉണ്ട വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് വലിയ റോളാക്കണം. അപ്പോൾ ആദ്യം ഞങ്ങൾ ആ ഒരു കൈത്തറി യൂണിറ്റ് കണ്ടത് ഈ വലിയ റോളാക്കുന്ന ഒരു മെഷീനാണ്. എന്നിട്ട് ബാവു അത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തന്നു എങ്ങനെയാണ് അത് വലിയ റോളാക്കുന്നതെന്ന്. അതിനുശേഷം തൊട്ടടുത്ത് തറി ഉണ്ടായിരുന്നു. ഇത് ഈ റോളെടുത്ത് ആ തറിയിൽ വെച്ചിട്ടാണ് തുണി നെയ്യുന്നത്. അപ്പം ഒരു ക്രീം കളറിലെ ഒരു തുണി, കട്ടിയുള്ളൊരു തുണിയാണ് ഉണ്ടായി വരുന്നത്. പിന്നീട് അവിടെ വലിയ ടബുകളുണ്ടായിരുന്നു. ആ ടബിൽ ഇൻഡിഗോ ആ ചെടി ബാവു എനിക്ക് കാണിച്ചു തന്നെ, ഇൻഡിഗോ ചെടി. ഈ ചെടി ഇങ്ങനെ ഞെരിച്ച് കഴിഞ്ഞാൽ ഈ വിരലിലെല്ലാം നീല കളറിൽ വരും. ഈ മോമോ ഷീഷിയുടെ കൈയൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഇവർ ഈ ഇൻഡിഗോയിൽ ഒരുപാട് കൈയിട്ട് ഇളക്കുന്നതുകൊണ്ട് അവരുടെ നഖമെല്ലാം നമ്മുടെ നീലത്തിൽ മുക്കിയ പോലെ നീല കളറായിട്ടായിരിക്കും.
അപ്പോൾ അവിടെയും ഇതുപോലെ വലിയ ടബിൽ ഈ ഇൻഡിഗോ ചെടിയുടെ ഇല അത് 3-4 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തുണി മുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം അത് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരകല്ല് പോലത്തെ ഒരു കല്ല് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ കല്ലിൻ്റെ പുറത്ത് ഇവരുണ്ടാക്കിയ തുണി ഈ കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ട് അപ്പോൾ ഇൻഡിഗോയിൽ മുക്കിയതിന് ശേഷം ഇത് ഉണക്കും. പല വീടുകളുടെ മുമ്പിൽ ഈ തുണി ഉണക്കാനിട്ടിരിക്കുന്നത് നമുക്ക് കാണാം, ഈ നീല കളറിലെ തുണി. അതിനുശേഷം പിന്നെ ഇവരുടെ ജാക്കറ്റ് അങ്ങനത്തെ ചില സാധനങ്ങൾക്കെല്ലാം നല്ല തിളക്കമാണ്. അപ്പോൾ ആ തിളക്കം വരാനായിട്ട് ഈ ഒരു കല്ലിൻ്റെ പുറത്ത് നമ്മുടെ തേനീച്ചയുടെ മെഴുക് വെച്ചിട്ട് ഈ തുണിയിൽ തേനീച്ച മെഴുക് വെക്കും. എന്നിട്ട് ഒരു കല്ല് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഈ കല്ല് അനക്കും. അതായത് കല്ലിൻ്റെ പുറത്ത് ബാവു കയറി നിന്നിട്ട് കല്ല് അനക്കിയാണ് അത് ചെയ്യുന്നത്. രസമായിരുന്നു അത് കാണാനായിട്ട്. അതൊക്കെ അവിടെ കാണാൻ പറ്റി. പിന്നീട് ഇതിൽ എംബ്രോയ്ഡറി ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് അവരുടെ ആ ഒരു തുണി കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ഫുള്ള് കാണാൻ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാപ്പയിലെ ഒരു മനോഹരമായൊരു അനുഭവമായിരുന്നു ഈ ഒരു ചെടിയിൽ നിന്നും തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതുവരെ എൻ്റെ വിചാരം വെച്ച് കഴിഞ്ഞാൽ ഈ പരുത്തിയിൽ നിന്ന് തുണി കിട്ടുന്നു, പിന്നെ അതല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള തുണി എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ വിത്ത് ഇട്ട് ചെടി ഉണ്ടാക്കി ആ ചെടിയിൽ നിന്ന് നൂലെടുത്ത് അതിൽ നിന്നും തുണി ഉണ്ടാക്കി അതിനെ കളർ ചെയ്ത് അതിനെ എംബ്രോയ്ഡറി ചെയ്ത് അവർ ഉടുക്കുന്നു. ഒരു ഭയങ്കര അടിപൊളി കൺസെപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. സാപ്പയിലെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഫാൽസിപ്പാൻ എന്ന് പറഞ്ഞ ആ കൊടുമുടി ഞാൻ കേബിൾ കാറിൽ പോയതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പം വീണ്ടും കാണാം. നന്ദി.